ഉന്നതരായ ശൈഖുന വസയ്യിദുന മുർഷിദുന മുത്തനൂർ തങ്ങൾ ഉസ്താദ് അൽഹംദുലില്ലാഹ് തുടരെയായി എല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിലെ സാദാത്താണ്ട് നേർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഉന്നതരായ ഹസനുല്ലാഹിദൽ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ മുത്തനൂർ തങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരണം എന്ന നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖും ഭാഗ്യവും സന്ദർഭവും സാഹചര്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മഹ്മൂദ് ഹാജി വെള്ളാര അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൻ്റെ എന്ത് വിഷയത്തിനും ഏത് പ്രതിസന്ധിയിൽ എങ്ങനെ വിളിച്ചാലും അതിനൊരു ആശ്വാസമാണ് നമ്മുടെ പ്രിയപ്പെട്ട മഹ്മൂദ് ഹാജി വെള്ളാര. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ പടുപ്പനംഗടി ഇസ്മായിൽ ഹാജി നമുക്ക് എല്ലാ നിലക്കും അവിടുത്തെ കൊണ്ട് എന്തെല്ലാം നിലക്ക് രാഷ്ട്രീയമായി നമ്മുടെ വേദി സ്ഥാപനത്തിലേക്ക് ചെയ്തു തരാൻ പറ്റുമോ ഒന്ന് അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ച് എന്ത് അപേക്ഷ കൊടുക്കുന്നെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു അപേക്ഷ കൊടുത്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത് തരാൻ മുന്നിട്ടിറങ്ങുന്ന ഇസ്മായിൽ ഹാജി പടുപ്പനംഗടിയുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമായ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു ബർക്കത്ത് തന്നെ അഹ്ദൽ സാദാത്തീങ്ങളാണ്. ഉന്നതരായ ഹസനുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, ഉന്നതരായ മുത്തനൂർ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, ഉന്നതരായ ഹാമിദ് തങ്ങൾ അഹ്ദൽ ഉസ്താദ്, അതുപോലെ മുനീറുൽ അഹ്ദൽ തങ്ങൾ, അതുപോലെ നമുക്ക് എല്ലാ നിമിഷത്തിലും കൂടെ നിൽക്കുന്ന ഉന്നതരായ കുഞ്ഞിക്കോയ തങ്ങൾ സുല്യ. ഇന്നും ഒരുപാട് നിക്കാവും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഉന്നതരായ ഹാമിദ് തങ്ങൾ രണ്ട് വാക്ക് സംസാരിക്കുന്നു. അതിനുശേഷം ഉന്നതരായ മുത്തനൂർ തങ്ങൾ ഉസ്താദ് നമ്മോട് അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സാദാത്ത് ആണ്ട് നേർച്ചയുടെ മഹത്തായ മജ്ലിസിലാണ് നമ്മളുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ വിപുലമായി സാദാത്ത് ആണ്ട് നേർച്ച, ഈ ആണ്ട് നേർച്ച നമ്മളിവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഹസനുൽ അഹ്ദൽ തങ്ങളുടെ ഉമ്മ, മുത്തന്നൂർ തങ്ങളുടെ മൂത്തമ്മ, അവരെ എൻ്റെ വല്യമ്മ, കൊന്നാര സാദാത്ത് മക്കാമിൽ അന്ത്യം വിശ്രമം കൊള്ളുന്ന അവരുടെ ആണ്ടാണ് സഫർ 14. ഈ സഫർ 14നോടനുബന്ധിച്ച് നമുക്കിവിടെ നേരത്തെ നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് തങ്ങൾ പാണക്കാട്, തലപ്പാറ തങ്ങൾ തുടങ്ങി അഹ്ദൽ ശിഹാബ് സാദാത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുന്ന സദസ്സ് കൂടിയാണ്. മലേഷ്യ തങ്ങൾ, സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ, ഈ സഫർ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകി അവർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഖാദിയും നമുക്ക് ഏത് വിഷയത്തിനും അവസാന വാക്കായിരുന്ന താജുൽ ഫുഖഹ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അവരാണ്ടിൻ്റെ സമയമാണ്. ബഹുമാനപ്പെട്ട ചിത്താരി ഹംസ ഉസ്താദിൻ്റെ ആണ്ട് ആണ് ഇന്ന്. അതുപോലെ തന്നെ ആലമ്പാടി ഉസ്താദും മഞ്ഞനാടി ഉസ്താദൊക്കെ നമ്മുടെ നാട്ടുകാരും നമുക്ക് നേതൃത്വം നൽകിയ ഉസ്താദുമാരാണ്. കളന്തോട് കരീം മുസ്ലിയാർ ഉൾപ്പെടെ അവരെല്ലാവരെയും നമ്മൾ ഈ മജ്ലിസിൽ സ്മരിക്കുന്നു. ഒരു ഉമ്മയുടെ ഈമാൻ, നമ്മുടെ ബന്ധങ്ങളൊക്കെ പാപ്പ, ഉമ്മ, മകര്, മകള്, ഈ ബന്ധമൊക്കെ ഈമാനികാണ്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് മാത്രം ബന്ധാവൂല. ഞാൻ ഓർക്കുകയാണ്, പാപ്പൻ്റെ ഉമ്മ നമ്മളിവിടെ അനുസ്മരിക്കുന്ന ഉമ്മാമ, അവര് ഞങ്ങളൊക്കെ അസില് മമ്പാടാണ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരടുത്ത്. അവിടെ നിന്ന് വാപ്പൻ്റെ വാപ്പ കുടുംബ സമേതം കൂളിമാട്ടേക്ക്, കോഴിക്കോട് ജില്ലയിലേക്ക് താമസം മാറുന്നതിനൊരു കാരണമെന്ന് പറയുന്നത് മമ്പാടും പരിസരത്തൊക്കെ ബിദ്അത്തുകാരിൻ്റെ കടന്നുകയറ്റമുണ്ട്. ആ നിലക്ക് മക്കൾ പിഴച്ചു പോകുമോ എന്ന ഒരൊറ്റ ഭയമാണ് മമ്പാടിലേക്ക്, മമ്പാടിൽ നിന്ന് കൂളിമാട്ടേക്ക് താമസം മാറുന്നതിനൊരു നിമിത്തം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ ഈമാൻ,
അത് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യവും നമ്മളിൽ ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉള്ള ആളുകളൊക്കെ ലോകത്തോടാണ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ഇന്ന് രാവിലെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു വയസ്സുപോലും ആകാത്തൊരു കുട്ടി ഉപ്പ ബെൻസ് കാറ് വാങ്ങണം. അപ്പോൾ ആ കാറ് ഉപ്പക്കുള്ള കാറും എൻ്റെ കാറ് ബെൻസ്, ഇത് ബെൻസൊന്നല്ല, ഇത് കോടികളുള്ള കാറാണ്. ഈ ചെറിയ കുട്ടിയിലേക്ക് ബെൻസ് കാറും അതിൻ്റെ വരവ് എങ്ങനെ എത്തി? ചെറിയ മക്കളിലുള്ള ചർച്ചകൾ അതാണ്. എന്ന് പറഞ്ഞാൽ അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ നമ്മൾ ഒരിക്കൽ പോലും പുതിയ കാലത്ത് എന്തടിച്ചു നോക്കിയാലും ബിദ്അത്തുകാരുടെ കടന്നുകയറ്റം എല്ലാത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടേതൊക്കെ. റബീഉൽ അവ്വൽ വരുമ്പോൾ വസ്വാസുകൾ ഉണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകഴിഞ്ഞു പോയ ഏത് നബിയുടെ ജന്മദിനമാണ് ആഘോഷിച്ചത്? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പരിധിയായി നമുക്കൊന്നും കിട്ടൂല. കിട്ടോ? അങ്ങനെ ഖുർആൻ നോക്കിയിട്ട് അല്ലെങ്കിൽ മക്കത്തേക്ക് നോക്കിയിട്ട് ദീന് പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഖുർആനും ഹദീസും നോക്കിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റുമോ? ഉളൂവിനെ പറ്റി ഖുർആനിലൊരു ആയത്തുണ്ട്, ആ ആയത്ത് ഓതിയിട്ട് ഉളൂ എടുക്കാൻ നിന്നാൽ പണിപാളിപ്പോവും. അപ്പൊ ഖുർആൻ നോക്കാനും ഹദീസ് നോക്കാനും അത് നന്നായി മനസ്സിലാക്കിയ നമ്മുടെ ഇമാമുമാർ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് തലമുറകളായി നമ്മളിലേക്ക് എത്തിയ ഒരു ദീൻ, ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. കുഫറിലുള്ള ഒരു ഭാര്യ ഭർത്താവ്, ആ ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ച് അല്ലെങ്കിൽ ഭർത്താവ് ഇസ്ലാം പുൽകുകയും ഇദ്ദയുടെ പീരീഡ് കഴിയുന്നതിന് മുമ്പ് ഭാര്യയും ഇസ്ലാം പുൽകിയാൽ മറ്റൊരു നിക്കാഹിന്റെ ആവശ്യമില്ല. ഇതെവിടെയാണുള്ളത്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഷാഫി ഇമാം കുറെ ആലോചിച്ച് അവസാനം കണ്ടെത്തിയത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബു വംറഅതുഹു. അബൂലഹബിന്റെ ഭാര്യ എന്ന വിശേഷണം അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കിയാൽ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഖുർആനും ഹദീസും നോക്കണം, അതിൽ നിന്ന് ദീന് കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്ന ഒരു കാലാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ ഈമാൻ തെറ്റിപ്പോകാതെ ഈമാൻ വർദ്ധിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഒന്നാമത് അവർക്ക് ഇൽമ്, നാഫിയായ ദീനിന്റെ ഹയാത്താകുന്ന ഇൽമ് പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് കേവലം മദ്രസയിലേക്ക് ദിവസത്തിൽ അരമണിക്കൂർ 1 മണിക്കൂർ പോയതുകൊണ്ട് മാതാപിതാക്കളുടെ ബാധ്യത തീർന്നു എന്ന് നമ്മൾ വെക്കരുത്. ചിലപ്പോൾ ഇപ്പം ഇവിടെ റെഡ് അലർട്ടും മദ്രസക്ക് കളക്ടർ ലീവ് കൊടുക്കലുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. കേരളത്തിലൊക്കെ അങ്ങനെയാണ്. ഇപ്പം കളക്ടറാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും, മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ ദിവസം ലീവായി പോകും. അപ്പോൾ പിന്നെ ഉസ്താദുമാര് ആ സിലബസ് അനുസരിച്ച് പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കാനുള്ളതിലൊരു ഓട്ടായിരിക്കും. ഉസ്താദുമാരെ കുറ്റം പറയാൻ നോക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടിക്ക് കയ്യിലേക്ക് മുസ്ഹഫ് കൊടുത്തുകൊണ്ട് ഒന്ന് മാതാപിതാക്കൾ ഓദിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ മക്കൾ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് മനസ്സിലാകും. അപ്പോൾ കുട്ടിക്ക് കൂട്ടി ഓതാൻ അറിയുന്നില്ല, നടത്തി ഓതാൻ അറിയുന്നില്ല എങ്കിൽ അപ്പം നമ്മൾ കുറ്റം പറയും, ആ 1ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് അക്ഷരം വേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. കുറ്റം ഉസ്താദുമാർക്കായി പോകാനും പാടില്ല. നമ്മുടെ മക്കൾക്കുള്ള കുറവ് അത് നികത്താൻ നമ്മൾ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, ആ വലിയൊരു ദൗത്യമാണ് ദാറുൽ ഹുദ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ദാറുൽ ഹുദ 10-20 വർഷം പിന്നിട്ടെങ്കിലും ലോക്ക്ഡൗണിന് ശേഷമാണ് ഒന്നും കൂടി അസ്തമിച്ചു എന്നിടത്തു നിന്ന് ഉദയം ചെയ്ത് അൽഹംദുലില്ലാ അത്യാവശ്യമായ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഖലീൽ ഇമാമിയുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട മിസ്ബാഹി തങ്ങളുടെ നേതൃത്വത്തിൽ അവർ നല്ലോണം മണ്ണിലിറങ്ങി വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിങ്ങനെ സ്റ്റേജിൽ വന്നു പോകും എന്നല്ലാതെ ഏതായാലും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്.
ഇൻഷാ അല്ലാഹ് ഇനിയും സഹായിക്കണം. നമ്മൾ നൽകുന്നതൊന്നും ഒരിക്കലും വെറുതെയാകൂല. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ സാദാത്ത് ആണ്ട് നേർച്ചകൾക്കൊക്കെ മുത്തന്നൂർ തങ്ങൾ ഇവിടെ വന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾ കൊടുത്തു. തങ്ങളിപ്പോൾ ചോദിച്ചു നമ്മളെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. കാരണം എത്രയോ വർഷം ഫില്ലറുമൽ അത് മുന്നോട്ട് പോകരുത് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള എല്ലാ ഷെറുകളെയും തട്ടിമാറ്റി അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. ഒരുപാട് ആളുകൾ ഒരു സാദാത്താണ്ട് നേർച്ചയിലേക്ക് അതിന് ചോദിച്ചപ്പോൾ നൽകിയതാണ്. അത് മുതഅല്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സഹായിച്ച ആളുകൾക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ലോകത്താകമാനം യുദ്ധഭീഷണിയും വെടിയിടലും പൊട്ടിക്കലൊക്കെ ആണ്. അതിൻ്റേതായ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം ലോകത്ത് മൊത്തത്തിലുണ്ട്. നേരത്തെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലാണ് നമ്മളിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആഗോളതലത്തിലുള്ള ആ ഞെരുക്കങ്ങൾ നമ്മെ കൂടുതൽ ബാധിക്കുന്നുണ്ട്. എല്ലാവിധ ഖൈറിനു വേണ്ടിയും നിങ്ങൾ ദുആഇരക്കുക. അതുകൊണ്ട് തന്നെയാണ് ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുടെ സലാമത്തിന് വേണ്ടി നാളെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമ്മോട് പറഞ്ഞത്. അപ്പോൾ നാളെ നോമ്പെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നോമ്പെടുക്കുക. നോമ്പിൻ്റെ എല്ലാ സുന്നത്തുകളും അത്തായം കഴിക്കൽ ഉൾപ്പെടെയുള്ള സുന്നത്തുകൾ എടുത്തുകൊണ്ട് നാളെ തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പ് പ്രത്യേകം നോക്കാം. ഇനിയിപ്പോൾ നാളെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വ്യാഴാഴ്ചയോ അടുത്ത തിങ്കളാഴ്ചയോ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞ് ഇതിൽ ഭാഗവാക്കാകുക. അള്ളാഹു നമുക്ക് ഖൈറ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സാദാത്ത് ആണ്ട് നേർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അംജദി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മളിവിടെ സ്മരിക്കുന്ന സാദാത്തുക്കളുടെ ബർക്കത്ത്, അവരുടെ സഹായം അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നസീഹത്ത് നൽകി നമുക്ക് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകും. തങ്ങളിപ്പോൾ ഇന്ന് രാത്രിയിൽ പോകാത്തത് കൊണ്ട് കുറേ സമയം നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ഒരു ധൃതി ഇട്ട് ഓടിയതാണ് വെസ്റ്റ് കോസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ധൃതിയൊന്നും തങ്ങൾക്കില്ല. എന്നാലും നാളെ ഇവർക്കൊക്കെ ജോലിക്കും പോകാനുള്ളതാണ്. അപ്പോൾ വല്ലാതെ ഇടങ്ങാറാകാതെ നമുക്ക് എന്ത് ചെയ്യാം, പിരിയാനുമാകും. അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഉന്നതരായ ശൈഖുനാ വസയ്യിദുനാ മുർഷിദുനാ മുത്തനൂർ തങ്ങൾ ഉസ്താദ് അൽഹംദുലില്ലാഹ് തുടരെയായി എല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിലെ സാദാത്താണ്ട് നേർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഉന്നതരായ ഹസനുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ മുത്തനൂർ തങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരണം എന്ന നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖും ഭാഗ്യവും സന്ദർഭവും സാഹചര്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മഹ്മൂദ് ഹാജി വെള്ളാര അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൻ്റെ എന്ത് വിഷയത്തിനും ഏത് പ്രതിസന്ധിയിൽ എങ്ങനെ വിളിച്ചാലും അതിനൊരു ആശ്വാസമാണ് നമ്മുടെ പ്രിയപ്പെട്ട മഹ്മൂദ് ഹാജി വെള്ളാര. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ പടുപ്പനംഗടി ഇസ്മായിൽ ഹാജി നമുക്ക് എല്ലാ നിലക്കും അവിടുത്തെ കൊണ്ട് എന്തെല്ലാം നിലക്ക് രാഷ്ട്രീയമായി നമ്മുടെ വേദി സ്ഥാപനത്തിലേക്ക് ചെയ്തു തരാൻ പറ്റുമോ ഒന്ന് അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ച് എന്ത് അപേക്ഷ കൊടുക്കുന്നെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു അപേക്ഷ കൊടുത്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത് തരാൻ മുന്നിട്ടിറങ്ങുന്ന ഇസ്മായിൽ ഹാജി പടുപ്പനംഗടിയുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമായ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു ബർക്കത്ത് തന്നെ അഹ്ദൽ സാദാത്തീങ്ങളാണ്. ഉന്നതരായ ഹസനുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, ഉന്നതരായ മുത്തന്നൂർ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, ഉന്നതരായ ഹാമിദ് തങ്ങൾ അഹ്ദൽ ഉസ്താദ്, അതുപോലെ മുനീറുൽ അഹ്ദൽ തങ്ങൾ, അതുപോലെ നമുക്ക് എല്ലാ നിമിഷത്തിലും കൂടെ നിൽക്കുന്ന ഉന്നതരായ കുഞ്ഞിക്കോയ തങ്ങൾ സുല്യ. ഇന്നും ഒരുപാട് നിക്കാവും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഉന്നതരായ ഹാമിദ് തങ്ങൾ രണ്ട് വാക്ക് സംസാരിക്കുന്നു. അതിനുശേഷം ഉന്നതരായ മുത്തന്നൂർ തങ്ങൾ ഉസ്താദ് നമ്മോട് അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സാദാത്ത് ആണ്ട് നേർച്ചയുടെ മഹത്തായ മജ്ലിസിലാണ് നമ്മളുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ
വിപുലമായി സാദാത്ത് ആണ്ട് നേർച്ച. ഈ ആണ്ട് നേർച്ച നമ്മളിവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഹസനുൽ അഹദൽ തങ്ങളുടെ ഉമ്മ, മുത്തന്നൂർ തങ്ങളുടെ മൂത്തമ്മ, അവരെ എൻ്റെ വല്യമ്മ, കൊന്നാര സാദാത്ത് മക്കാമിൽ അന്ത്യം വിശ്രമം കൊള്ളുന്ന അവരുടെ ആണ്ടാണ് സഫർ 14. ഈ സഫർ 14നോടനുബന്ധിച്ച് നമുക്കിവിടെ നേരത്തെ നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് തങ്ങൾ പാണക്കാട്, തലപ്പാറ തങ്ങൾ തുടങ്ങി അഹ്ദൽ ശിഹാബ് സാദാത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുന്ന സദസ്സ് കൂടിയാണ്. മലേഷ്യ തങ്ങൾ, സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ, ഈ സഫർ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകി അവർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഖാദിയും നമുക്ക് ഏത് വിഷയത്തിനും അവസാന വാക്കായിരുന്ന താജുൽ ഫുഖഹ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അവരാണ്ടിൻ്റെ സമയമാണ്. ബഹുമാനപ്പെട്ട ചിത്താരി ഹംസ ഉസ്താദിൻ്റെ ആണ്ട് ആണ് ഇന്ന്. അതുപോലെ തന്നെ ആലമ്പാടി ഉസ്താദും മഞ്ഞനാടി ഉസ്താദൊക്കെ നമ്മുടെ നാട്ടുകാരും നമുക്ക് നേതൃത്വം നൽകിയ ഉസ്താദുമാരാണ്. കളന്തോട് കരീം മുസ്ലിയാർ ഉൾപ്പെടെ അവരെല്ലാവരെയും നമ്മൾ ഈ മജ്‌ലിസിൽ സ്മരിക്കുന്നു. ഒരു ഉമ്മയുടെ ഈമാൻ, നമ്മുടെ ബന്ധങ്ങളൊക്കെ, പാപ്പ, ഉമ്മ, മകര്, മകള്, ഈ ബന്ധമൊക്കെ ഈമാനികാണ്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് മാത്രം ബന്ധാവൂല. ഞാൻ ഓർക്കുകയാണ്, പാപ്പൻ്റെ ഉമ്മ നമ്മളിവിടെ അനുസ്മരിക്കുന്ന ഉമ്മാമ, അവര് ഞങ്ങളൊക്കെ അസില് മമ്പാടാണ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരടുത്ത്. അവിടെ നിന്ന് വാപ്പൻ്റെ വാപ്പ കുടുംബ സമേതം കൂളിമാട്ടേക്ക്, കോഴിക്കോട് ജില്ലയിലേക്ക് താമസം മാറുന്നതിനൊരു കാരണമെന്ന് പറയുന്നത് മമ്പാടും പരിസരത്തൊക്കെ ബിദ്അത്തുകാരൻ്റെ കടന്നുകയറ്റമുണ്ട്. ആ നിലക്ക് മക്കൾ പിഴച്ചു പോകുമോ എന്ന ഒരൊറ്റ ഭയമാണ് മമ്പാടിൽ നിന്ന് കൂടിമാട്ടേക്ക് താമസം മാറുന്നതിനൊരു നിമിത്തം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളുടെ ഈമാൻ അത് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യവും നമ്മളിൽ ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉള്ള ആളുകളൊക്കെ ലോകത്തോടാണ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ. ഇന്ന് രാവിലെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു വയസ്സുപോലും ആകാത്തൊരു കുട്ടി ഉപ്പ ബെൻസ് കാറ് വാങ്ങണം. അപ്പോൾ ആ കാറ്, ഉപ്പക്കുള്ള കാറും എൻ്റെ കാറ് ബെൻസ്, ഇത് ബെൻസൊന്നല്ല, ഇത് കോടികളുള്ള കാറാണ്. ഈ ചെറിയ കുട്ടിയിലേക്ക് ബെൻസ് കാറും അതിൻ്റെ വരവ് എങ്ങനെ എത്തി? ചെറിയ മക്കളിലുള്ള ചർച്ചകൾ അതാണ്. എന്ന് പറഞ്ഞാൽ അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ, നമ്മൾ ഒരിക്കൽ പോലും പുതിയ കാലത്ത് എന്തടിച്ചു നോക്കിയാലും ബിദ്അത്തുകാരുടെ കടന്നുകയറ്റം എല്ലാത്തിലും ഉണ്ട്, പ്രത്യേകിച്ച് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടേതൊക്കെ. റബീഉൽ അവ്വൽ വരുമ്പോൾ വസ്വാസുകൾ ഉണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകഴിഞ്ഞു പോയ ഏത് നബിയുടെ ജന്മദിനമാണ് ആഘോഷിച്ചത്? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പരിധിയാൽ നമുക്കൊന്നും കിട്ടൂല, കിട്ടോ? അങ്ങനെ ഖുർആൻ നോക്കിയിട്ട് അല്ലെങ്കിൽ മക്കത്തേക്ക് നോക്കിയിട്ട് ദീന് പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഖുർആനും ഹദീസും നോക്കിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റുമോ? വുളൂവിനെ പറ്റി ഖുർആനിലൊരു ആയത്തുണ്ട്, ആ ആയത്ത് ഓതിയിട്ട് വുളൂ എടുക്കാൻ നിന്നാൽ പണിപാളിപ്പോവും. അപ്പൊ ഖുർആൻ നോക്കാനും ഹദീസ് നോക്കാനും അത് നന്നായി മനസ്സിലാക്കിയ നമ്മുടെ ഇമാമുമാർ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് തലമുറകളായി നമ്മളിലേക്ക് എത്തിയ ഒരു ദീൻ, ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. കുഫറിലുള്ള ഒരു ഭാര്യ ഭർത്താവ്, ആ ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ച് അല്ലെങ്കിൽ ഭർത്താവ് ഇസ്ലാം പുൽകുകയും ഇദ്ദയുടെ പീരീഡ് കഴിയുന്നതിന് മുമ്പ് ഭാര്യയും ഇസ്ലാം പുൽകിയാൽ മറ്റൊരു നിക്കാഹിന്റെ ആവശ്യമില്ല. ഇതെവിടെയാണുള്ളത്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ
ഷാഫി ഇമാമ് കുറെ ആലോചിച്ച് അവസാനം കണ്ടെത്തിയത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ വംറഅതുഹു. അബൂലഹബിൻ്റെ ഭാര്യ എന്ന വിശേഷണം അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കിയാൽ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഖുർആനും ഹദീസും നോക്കണം, അതിൽ നിന്ന് ദീന് കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്ന ഒരു കാലാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ ഈമാൻ തെറ്റിപ്പോകാതെ ഈമാൻ വർദ്ധിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഒന്നാമത് അവർക്ക് ഇൽമ്, നാഫിയായ ദീനിൻ്റെ ഹയാത്താകുന്ന ഇൽമ് പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് കേവലം മദ്രസയിലേക്ക് ദിവസത്തിൽ അരമണിക്കൂർ 1 മണിക്കൂർ പോയതുകൊണ്ട് മാതാപിതാക്കളുടെ ബാധ്യത തീർന്ന് എന്ന് നമ്മൾ വെക്കരുത്. ചിലപ്പോൾ ഇപ്പം ഇവിടെ റെഡ് അലർട്ടും മദ്രസക്ക് കലക്ടർ ലീവ് കൊടുക്കലുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. കേരളത്തിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കലക്ടറാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും, മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ ദിവസം ലീവായി പോകും. അപ്പോൾ പിന്നെ ഉസ്താദുമാര് ആ സിലബസ് അനുസരിച്ച് പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കാനുള്ളതിലൊരു ഓട്ടായിരിക്കും. ഉസ്താദുമാരെ കുറ്റം പറയാൻ നോക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടിക്ക് കയ്യിലേക്ക് മുസ്ഹഫ് കൊടുത്തുകൊണ്ട് ഒന്ന് മാതാപിതാക്കൾ ഓദിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് മനസ്സിലാകും. അപ്പോൾ കുട്ടിക്ക് കൂട്ടി ഓതാൻ അറിയുന്നില്ല, നടത്തി ഓതാൻ അറിയുന്നില്ല എങ്കിൽ അപ്പം നമ്മൾ കുറ്റം പറയും, ആ 1ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് അക്ഷരം വേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. കുറ്റം ഉസ്താദുമാർക്കായി പോകാനും പാടില്ല. നമ്മുടെ മക്കൾക്കുള്ള കുറവ് അത് നികത്താൻ നമ്മൾ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, ആ വലിയൊരു ദൗത്യമാണ് ദാറുൽ ഹുദ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ദാറുൽ ഹുദ 10-20 വർഷം പിന്നിട്ടെങ്കിലും ലോക്ക്ഡൗണിന് ശേഷമാണ് ഒന്നും കൂടി അസ്തമിച്ചു എന്നിടത്തു നിന്ന് ഉദയം ചെയ്ത് അൽഹംദുലില്ലാ അത്യാവശ്യമായ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഖലീൽ ഇമാമിയുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട മിസ്ബാഹി തങ്ങളുടെ നേതൃത്വത്തിൽ അവർ നല്ലോണം മണ്ണിലിറങ്ങി വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിങ്ങനെ സ്റ്റേജിൽ വന്നു പോകും എന്നല്ലാതെ ഏതായാലും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും സഹായിക്കണം. നമ്മൾ നൽകുന്നതൊന്നും ഒരിക്കലും വെറുതെയാകൂല. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ സാദാത്ത് ആണ്ട് നേർച്ചകൾക്കൊക്കെ മുത്തന്നൂർ തങ്ങൾ ഇവിടെ വന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾ കൊടുത്തു. തങ്ങളിപ്പോൾ ചോദിച്ചു, നമ്മളെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ. കാരണം എത്രയോ വർഷം ഫില്ലറുമൽ അത് മുന്നോട്ട് പോകരുത് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള എല്ലാ ഷെറുകളെയും തട്ടിമാറ്റി അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. ഒരുപാട് ആളുകൾ ഒരു സാദാത്താണ്ട് നേർച്ചയിലേക്ക് അതിന് ചോദിച്ചപ്പോൾ നൽകിയതാണ്. അത് മുതഅല്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സഹായിച്ച ആളുകൾക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ലോകത്താകമാനം യുദ്ധഭീഷണിയും വെടിയിടലും പൊട്ടിക്കലൊക്കെ ആണ്. അതിൻ്റെതായ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം ലോകത്ത് മൊത്തത്തിലുണ്ട്. നേരത്തെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലാണ് നമ്മളിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആഗോളതലത്തിലുള്ള ആ ഞെരുക്കങ്ങൾ നമ്മെ കൂടുതൽ ബാധിക്കുന്നുണ്ട്. എല്ലാവിധ ഖൈറിനു വേണ്ടിയും നിങ്ങൾ ദുആഇരക്കുക. അതുകൊണ്ട് തന്നെയാണ് ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുടെ സലാമത്തിന് വേണ്ടി നാളെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമ്മോട് പറഞ്ഞത്. അപ്പോൾ നാളെ നോമ്പെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നോമ്പെടുക്കുക. നോമ്പിൻ്റെ എല്ലാ സുന്നത്തുകളും അത്തായം കഴിക്കൽ ഉൾപ്പെടെയുള്ള സുന്നത്തുകൾ എടുത്തുകൊണ്ട് നാളെ തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പ് പ്രത്യേകം നോക്കാം. ഇനിയിപ്പോൾ നാളെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വ്യാഴാഴ്ചയോ അടുത്ത തിങ്കളാഴ്ചയോ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞ് ഇതിൽ ഭാഗവാക്കാവുക. അള്ളാഹു നമുക്ക് ഖൈറ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സാദാത്ത് ആണ്ട് നേർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അംജദി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മളിവിടെ സ്മരിക്കുന്ന സാദാത്തുക്കളുടെ ബർക്കത്ത്, അവരുടെ സഹായം അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നസീഹത്ത് നൽകി നമുക്ക് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകും. തങ്ങളിപ്പോൾ ഇന്ന് രാത്രിയിൽ പോകാത്തത് കൊണ്ട്
കുറേ സമയം നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ഒരു ധൃതി ഇട്ട് ഓടിയതാണ് വെസ്റ്റ് കോസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ധൃതിയൊന്നും തങ്ങൾക്കില്ല. എന്നാലും നാളെ ഇവർക്കൊക്കെ ജോലിക്കും പോകാനുള്ളതാണ്. അപ്പോൾ വല്ലാതെ ഇടങ്ങാറാകാതെ നമുക്ക് എന്ത് ചെയ്യാം, പിരിയാനുമാകും. അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.